സീഡ് ഓയിൽ, സൺഫ്ലവർ ഓയിൽ. സൺഫ്ലവർ ഓയിൽ ഈസ് ദ കില്ലർ. നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് സൺഫ്ലവർ ഓയിലാണ്. ഇത് ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് അതിന് ചില ഫോൺ കോളുകളും കിട്ടിയിട്ടുണ്ട്. പക്ഷേ ദാറ്റ്സ് എ ഫാക്ട്. സൺഫ്ലവർ ഓയിൽ മനുഷ്യന് ഉപയോഗിക്കാൻ ഉണ്ടാക്കിയൊന്നുമല്ല. ഇത് പെയിൻറ്റ് ഇൻഡസ്ട്രിക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു ഓയിലാണ്. ഓക്കെ. ഇതാണ് ഇന്ന് എവിടെ പോയാലും കുക്ക് ചെയ്യപ്പെടുന്നത്. ഞാൻ പുറത്ത് ഭക്ഷണം കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്, നല്ല ഭക്ഷണം കിട്ടുമെങ്കിൽ. പക്ഷേ ഈ ഒറ്റ ഓയിലിൻ്റെ കാര്യം ഓർത്തിട്ട് മാത്രം പുറത്തുനിന്ന് കഴിക്കാത്ത ഒരാളാണ്. സത്യം പറയാം, ഞാൻ തപ്പി നടക്കും. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്ന എന്തെങ്കിലും എവിടെയെങ്കിലും കിട്ടുമോ എന്ന് തപ്പി നടക്കുന്ന ഒരാളാണ്. ഞാനിത് പറയുന്നത് കേട്ട് കുറേ റെസ്റ്റോറൻറ്റുകാരെങ്കിലും ഒന്ന് തുടങ്ങിയാൽ മതിയായിരുന്നു ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയാലും ഈ പ്രൈസിനൊക്കെ അവർ കൊടുക്കുകയൊക്കെ ചെയ്യാം. കാരണം പ്രൈസ് കൂടുതൽ ആൾക്കാർ ആരോഗ്യത്തോടെ ജീവിച്ചാൽ കൂടുതൽ പൈസ ഉണ്ടാക്കുമ്പോൾ ആൾക്കാർ നമുക്ക് കൂടുതൽ പൈസ കൊടുക്കാം. അപ്പം ചീപ്പ് ഈ പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ ഈ ഒരു ചെറിയ പൈസ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ചില ശ്രമങ്ങൾ എത്ര പൈസയാണ് നമ്മൾ നഷ്ടപ്പെടുത്തുന്നത്. സോ സീഡ് ഓയിൽ ഈസ് വൺ മേജർ കോസ്. അപ്പോൾ ഇങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാവുന്നുണ്ടെങ്കിൽ, എനിക്ക് എലിവേറ്റഡ് ലെവൽസ് ഓഫ് പൂഫ ഇഷ്യൂ ഉണ്ടാക്കുന്ന ആളാണ്. ഐ ഹാവ് എ ഹയർ റിസ്ക്. ഞാനതുകൊണ്ട് സൺഫ്ലവർ ഓയിൽ തൊടത്തേയില്ല. ഞാനത് സർക്കാസ്റ്റിക് ആയിട്ടൊക്കെ ചിലർക്ക് തോന്നിയെന്ന് വരും. ഞാൻ ചോദിക്കും അവരോട്, ഇത് ഉണ്ടാക്കിയത് എന്തിലാണെന്ന് ചോദിക്കും. ചോദിക്കും റെസ്റ്റോറൻറ്റിലൊക്കെ പോയി ചോദിക്കുമ്പോഴേ, ഇപ്പം നമുക്ക് കാണുമ്പം ചിലത് കഴിക്കാൻ തോന്നുമല്ലോ, ഇത് എന്തിലാണ് ഉണ്ടാക്കിയത് ചോദിക്കും. അതെന്തോ സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ പാം ഓയിൽ ഇങ്ങനെയൊക്കെ പറയും. അപ്പോൾ ഞാൻ പറയും എന്നാ വേണ്ട എന്ന് പറഞ്ഞ് നമ്മൾ വേണ്ടാന്ന് നോക്കി. ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല, നമുക്കറിയാവുന്നതുകൊണ്ടാണ്. അപ്പോൾ അത് ചെറിയ എമൗണ്ട് ഓഫ് ഇതുപോലും കൺസ്യൂം ചെയ്യാൻ. ചെറിയ എമൗണ്ട് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഞാൻ ചോദിക്കട്ടെ, നമ്മളുടെ നേന്ത്രക്ക ഉപ്പേരി ഏറ്റവും ചെറിയൊരു സാധനമാണല്ലോ. ഒരു ഉപ്പേരി എടുക്കുക. ഇവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പറ്റും, ഞാൻ ഇപ്പോൾ കാണിച്ചു തരായിരുന്നു. ഒരു ലൈറ്റർ വെച്ചിട്ടൊന്ന് കത്തിച്ച് നോക്കുക. ഒരു ഉപ്പേരി ഒരെണ്ണം എടുത്തിട്ട് ഐ ക്യാൻ ഗ്യാരണ്ടി അതിനകത്തൊരു 15 ഡ്രോപ്പ് ഓയിൽ വീഴുന്ന കാണാൻ പറ്റും. ഞാൻ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് 3-4 ഡ്രോപ്പ് എന്നാണ്. അപ്പോൾ വീട്ടിൽ പറഞ്ഞ് ഇങ്ങനെ തലയ്ക്ക് സുഖമില്ലാതെ ഇത് കത്തിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ ഐ ഗോട്ട് കൺവിൻസ് സോ മച്ച്. ഇത് ഇത്രയും ഓയിലാണ് ഒരൊറ്റ ആ ഒരു ഉപ്പേരി എന്ന് പറയുന്ന ആ ഒരു സാധനത്തിന്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കും, ഒരു വടയൊക്കെ എടുത്ത് കഴിക്കുന്ന അവസ്ഥ. അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഇസ് വെരി സേഫ്. വെളിച്ചെണ്ണയും ഒലിവ് ഓയിൽ നമുക്ക് നമ്മുടെ നാട്ടിലുണ്ട്. നമ്മൾ അതിനെ മറന്നിട്ട് ഒരു കാലത്ത് വെളിച്ചെണ്ണയാണ് കൊളസ്ട്രോൾ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ചുമ്മാ ഒരു തട്ടിപ്പ് പരിപാടിയായിട്ട് വന്നിട്ട് ഈ വെളിച്ചെണ്ണയുടെ മാർക്കറ്റ് നശിപ്പിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു തത്വചിന്തയായിരുന്നത്. പിന്നീട് ഇന്ന് അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷൻ ഉൾപ്പെടെ പറയുന്നു ഇതാണ് ഏറ്റവും നല്ലത്. ഡയറ്ററി കൊളസ്ട്രോള് സെറം കൊളസ്ട്രോളായിട്ട് ബന്ധമൊന്നുമില്ല, നിങ്ങളുടെ ഡയറ്ററി കൊളസ്ട്രോളുമായിട്ടല്ല കണക്ഷനൊന്നും ഇല്ല എന്ന്. പണ്ട് എത്രയോ മുട്ടകളുടെ മഞ്ഞ ആർക്കും വേണ്ടാതെ പോയിട്ടുണ്ട്. ആൾക്കാരൊക്കെ അതിലുള്ള ബാക്കി എന്തൊക്കെ കഴിക്കണേ മുട്ടയുടെ ഇതില്. അത്